ഈ 10 വർഷം ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ കലാപം ഉണ്ടായോ? നമ്മുടെ നാട്ടിലെ വർഗീയ കലാപം ഉണ്ടായിട്ടില്ലേ? വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? വർഗീയ സംഘർഷമുണ്ടായോ? കർക്കശമായ ഇടപെടലുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വർഗീയ ശക്തികളെ നേരിടും. തല പൊക്കുമ്പോൾ തന്നെ അതിനനുവദിക്കില്ല. ഒരു വർഗീയതയുമായും ചാരി നിൽക്കില്ല. ഒരു വർഗീയതയും സംരക്ഷിക്കില്ല. എല്ലാ വർഗീയതയും നാടിനാപത്താണ് എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാടാണ്. അതല്ലേ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ കാരണം? ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണോ? നമ്മുടെ നാടിൻ്റെ അനുഭവമല്ലേ, ജനങ്ങളുടെ അനുഭവമല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷത്തോട് തന്നെ പറഞ്ഞ കാര്യമാണ്. എൻ്റെ അടുത്ത് വ്യവസായ മന്ത്രി ഒരു വ്യവസായിയെ കൂട്ടി വന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ സ്ഥാപനം തുറക്കണം. ചെറുതല്ല കേട്ടോ. എത്രയാണെന്നറിയോ? 3 ലക്ഷം കോടിയിൽ പരം രൂപ മുതൽ മുടക്കുള്ള സ്ഥാപനമാണ്. അപ്പോൾ സ്വാഭാവികമായും ഞാനും നമ്പരുന്നു. ഇത് കേൾക്കുന്ന തുക ചെറുതൊന്നുമില്ലല്ലോ, 3 ലക്ഷം കോടിയിൽ പരല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? അദ്ദേഹം കേരളീയനല്ല, ഇന്ത്യക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇവിടെയാണ് ഏറ്റവും കമ്മ്യൂണൽ പ്രശ്നം ഇല്ലാത്തൊരു സംസ്ഥാനം, ശാന്തമായൊരു സംസ്ഥാനം. ഇപ്പം ചിലർ പറയുന്നില്ലേ, ഇത്ര കാലമായി ഞങ്ങളിൽ നിന്ന് പുറത്തു നിൽക്കുന്നു, എന്താ വേവലാതി? കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കേണ്ടതാണോ? സ്കൂളുകൾ നന്നാക്കേണ്ടതാണോ? അല്ല, അവരവരെ കാര്യമാണോ? എന്താണ് അവരെ വേവലാതിപ്പെടുത്തുന്നത്? അതിനുവേണ്ടി തെറ്റായ വികാരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ചിലർ പറയുന്നു, ഇവിടെ ചിലർ അധികാരത്തിന് പുറത്താണ്. ഇതൊക്കെ പരസ്യമായി പറയാൻ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. എങ്കിലും അതീവ രഹസ്യമായി പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലതെങ്കിലും പറഞ്ഞു പോകണമല്ലോ. ആർക്കാണ് ഈ പറയുന്ന പ്രയാസം കേരളത്തിലുള്ളത്? ചില മതവിഭാഗങ്ങൾക്ക്. നേരത്തെ MLA ഒക്കെ ആയിരുന്ന ഒരാളുടെ വലിയ പ്രസംഗം പലയിടത്തും ഇപ്പോൾ പരാമർശിക്കപ്പെട്ടല്ലോ. അതിൽ മതം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതവികാരം ഇളക്കിവിടാനാണല്ലോ നോക്കുന്നത്. അവർ അധികാരത്തിന് പുറത്താണ്. അധികാരത്തിന് പുറത്ത് ഞങ്ങൾ നിർത്തിയതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ചെയ്തിയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ജനങ്ങൾ ശരിയായ വിധികർത്താക്കളാണ്. അതിൻ്റെ ഭാഗമായി നിങ്ങളെ സഹിക്കാനാകില്ല എന്ന് കണ്ട് മാറ്റി നിർത്തിയതാണ്. അതിനെ മതവികാരമിളക്കി പരിഹാരം കാണാമെന്ന് വിചാരിക്കേണ്ട. ഇവിടെ മതത്തിനെന്തോ ദോഷം സംഭവിക്കുന്നു പോലും. ഞങ്ങൾക്ക് അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയും, എല്ലാ മതസ്ഥർക്കും, ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും, ഈ മണ്ണിൽ ജീവിക്കുന്ന സകലമാന പേർക്കും ഒരേപോലെ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അല്ല എന്ന് ഏതെങ്കിലും ഉദാഹരണം എടുത്ത് പറയാൻ പറ്റുമോ? സ്കൂളിൻ്റെ അഭിവൃദ്ധി ആരെയാണ് സഹായിക്കുന്നത്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെയല്ലേ, പാവപ്പെട്ടവരെയല്ലേ? പൊതുവിദ്യാലയങ്ങൾ അഭിവൃദ്ധിപ്പെടണമെന്ന് ചിന്തിക്കുന്ന നാടിൻ്റെ നല്ലൊരു ഭാഗം ജനങ്ങളല്ലേ? അവരെല്ലാം വ്യത്യസ്ത മതവിഭാഗങ്ങളിലും ജാതി വിഭാഗങ്ങളിലും പെട്ടവരായിരിക്കുമല്ലോ. അവർക്കെല്ലാം ആനുകൂല്യം ലഭിക്കുകയല്ലേ? ഇതിൻ്റേതായ ആനുകൂല്യം ഒരു ഭേദചിന്തയുമില്ലാതെ അവരെല്ലാം പറ്റുകയല്ലേ? നമ്മുടെ ആരോഗ്യരംഗം 2016 ആരോഗ്യരംഗം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു ഗതികേടായിരുന്നു. കേരളത്തിൻ്റെ ആരോഗ്യരംഗം പ്രശസ്തമായിരുന്നല്ലോ, അതല്ലേ തകർത്ത് കളഞ്ഞിരുന്നത്. ആ തകർന്നിടത്തുനിന്ന് ഇനി ഉയർന്നു വരുമോ എന്ന ആശങ്കയിലായിരുന്നല്ലോ എല്ലാവരും ഉണ്ടായിരുന്നത്. എന്തായി? കേരളം ആർദ്രം മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ ആരോഗ്യരംഗത്തെ സമ്പൂർണ്ണമായി
കരുത്തുരുതാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി സംഭവിച്ച കാര്യം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായപ്പോൾ ചിലർ എന്താ വന്ന മാറ്റം, ചിലർ എന്തല്ല പറയുന്നത്. ഒരു തവണ ഒരു ഇവിടെയുള്ളല്ല തൃശ്ശൂരുള്ള ഒരു വലിയ ധനികൻ എന്ന് പറയുക, ഒരു വലിയ വ്യവസായിയാണ്. അദ്ദേഹം ഒരു സംഭാഷണം നടത്തുമ്പോൾ എന്നോട് പറയാണ്, എന്താണ് നമ്മുടെ ആശുപത്രിയിൽ വന്ന മാറ്റം, ഞാനൊക്കെ അവിടെ പോകാനിപ്പം മടിക്കുന്നത്, എന്താ ഇയാളിങ്ങനെ ലുബ്ധനായി പോയല്ലോ എന്ന് ആൾ പറയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ചികിത്സയല്ലേ ഇപ്പം എല്ലാവരുടെയും ലഭിക്കുന്നത്. ഇതല്ലേ ധനികരായ ആളുകളടക്കം ചിന്തിക്കുന്നത്. പാവപ്പെട്ടവരുടെ ആശുപത്രി മാത്രമല്ലല്ലോ ഇപ്പോൾ. നേരത്തെ ധർമാശുപത്രി എന്നാണല്ലോ സർക്കാർ ആശുപത്രിയെ പറ്റി പറഞ്ഞിരുന്നത്. പാവപ്പെട്ടവർ മാത്രം പോകുന്നത്. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം വരെ അത് പ്രവർത്തിക്കുകയാണല്ലോ. അപ്പോൾ വലിയ വില പിടിച്ച കാറുകളിൽ അവിടെ എത്തുന്ന ഒരുപാട് രോഗികളെ കാണുന്നുണ്ടോ. മാറ്റമല്ലേ. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളല്ലേ. ഇപ്പോൾ നമ്മുടെ വേദിയിലില്ല, നമ്മുടെ വേദിയിൽ ഉണ്ടാകേണ്ട ഒരു നേതാവ് ഒരു തവണ പാലക്കാട് പോയി. പാലക്കാട് പോയപ്പോൾ പെട്ടെന്ന് ഒരു പ്രശ്നം വന്നു. അന്ന് മെഡിക്കൽ കോളേജല്ല, നേരെ ജില്ലാ ആശുപത്രി കൊണ്ടുപോയി. നല്ല പരിചരണം കിട്ടി, കാത്തലാബ് സൗകര്യമടക്കമുണ്ട്. ഇതെല്ലാം അല്ലേ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളല്ലേ വന്നിട്ടുള്ളത്. അതെവിടം വരെ എത്തുന്നു. ഏതെല്ലാം അവയവമാറ്റ ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നത്. ജില്ലാ ആശുപത്രി അടക്കം ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു. കരൾമാറ്റ ശസ്ത്രക്രിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നു, നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ. ഇതൊക്കെ ഒരു ഭാഗത്ത് വന്ന മാറ്റം. ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ നേരത്തെ തന്നെ നവജാത ശിശുമരണ നിരക്ക് കുറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2016-21 വീണ്ടും കുറഞ്ഞു, 21 ശേഷം വീണ്ടും കുറഞ്ഞു. ഇപ്പോൾ എത്രയായി? 5. 5ൻ്റെ പ്രാധാന്യം കാണണമെങ്കിൽ ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാഷ്ട്രമാണല്ലോ അമേരിക്ക. അമേരിക്കയിലെ നവജാത ശിശു മരണ നിരക്ക് എത്രയാണെന്ന് നോക്കണം. അത് 5.6. അതായത് അമേരിക്കയെ ഇക്കാര്യത്തിൽ കവച്ചു വെക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് സാധ്യമായി? കോവിഡ് മഹാമാരി. ആ മഹാമാരിയെ പല സമ്പൽ രാഷ്ട്രങ്ങളെയും മുട്ടുകുത്തിച്ചു. നമ്മളെയോ കോവിഡ് മഹാമാരിയുടെ മൂർധന്യ ദശയിൽ പോലും ആരോഗ്യരംഗത്ത് നമ്മളൊരുക്കിയ സൗകര്യങ്ങൾ കവച്ചു നിന്നു. ആ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല. എല്ലാ ആശുപത്രികളിലും ആവശ്യത്തിന് ബെഡുകളുണ്ടായിരുന്നു, ICU ബെഡുകളുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകളുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ നല്ലതുപോലെ ഒഴിവുണ്ടായിരുന്നു. ആ കാലത്ത് പലയിടത്തും നടന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. എങ്ങനെയാണത് വന്നത്? കോവിഡ് വരും എന്ന് കരുതി നമ്മൾ ചെയ്തതല്ല. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ചികിത്സാ സൗകര്യം വേണമെന്ന് കണക്കാക്കി ആരോഗ്യരംഗം മെച്ചപ്പെടുത്തിയതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു മാറ്റമുണ്ടായത്. അതല്ലേ വസ്തുത. ഈ മാറ്റം നമ്മുടെ നാട് പൊതുവെ അംഗീകരിക്കുന്ന കാര്യമല്ലേ. ഏതെങ്കിലും പക്ഷഭേദമുണ്ടോ അവിടെ? ഏതെങ്കിലും മതഭേദമുണ്ടോ അവിടെ? ഏതെങ്കിലും ഭേദചിന്തയുണ്ടോ? ജാതിയോ മതമോ മറ്റെന്തെങ്കിലും കാര്യം അവിടെ ബാധകമാകുന്നുണ്ടോ? എല്ലാ മതസ്ഥർക്കും എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയല്ലേ, ഈ സൗകര്യം ലഭിക്കുകയല്ലേ, ആവശ്യമായ ചികിത്സ ലഭ്യമാകില്ലേ? ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ക്ഷേമ പെൻഷൻ
1600 രൂപ. പിന്നീടത് കഴിഞ്ഞ പ്രഖ്യാപനത്തോടെ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എല്ലാവർക്കും അത് ലഭിക്കുകയല്ലേ? എല്ലാ ജാതി മതസ്ഥർക്കും ലഭിക്കുകയല്ലേ? ഒരു വളരെ വിചിത്രമായ ചില വാദഗതികൾ ഇതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത് നമ്മൾ കേട്ടു. ഇതിലെന്താണ് കാര്യം? നാട്ടിലെല്ലാം വിലക്കയറ്റമല്ലേ? അപ്പോൾ വില കയറുന്നതിനനുസരിച്ച് പെൻഷൻ ദേശം വർദ്ധിക്കണ്ടേ? അത് വർദ്ധിപ്പിച്ചത് മാത്രമല്ലേ? പിന്നെ ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ ഗവൺമെൻറ്റുകളും ഇങ്ങനെ വർദ്ധിപ്പിക്കുകയല്ലേ? ഈ പാവപ്പെട്ടവർക്ക് ഇതിൻ്റെ എല്ലാ കണക്കുകളും ഒറ്റയടിക്ക് അവരുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ്. ഇവിടെ UDF ഏത് കാലത്താണ് പെൻഷൻ വർദ്ധിപ്പിച്ചത്? ആദ്യ പെൻഷൻ കർഷക തൊഴിലാളിക്ക് കൊടുത്ത 45 രൂപയാണല്ലോ. അന്ന് അതിനെ എതിർത്തയാളാണ് കോൺഗ്രസ് നേതാക്കൾ. അതിൻ്റെ പിന്നാലെ UDF ഗവൺമെൻറ് വന്നപ്പോൾ ഒന്നും വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല. പിന്നെ അതിൽ വർധനവ് ചെറിയ തോതിൽ വരുന്നത് LDF സർക്കാരാണ്. ഇതിൻ്റെ ആകെ കണക്കുകൾ നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ 1980 ശേഷമാണ് ഈ പെൻഷൻ തുടങ്ങുന്നത്. 2006 മുതൽ 2011 വരെയുള്ള കാലയളവിൽ 500 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ അവസാന ഘട്ടത്തിൽ 600 രൂപയായിട്ട് UDF ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു. അതാണ് അവരുടെ ആകെയുള്ള വർധനവ്. ബാക്കി എല്ലാ വർധനവും LDF ഗവൺമെൻറ് വരുത്തിയതാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ വർദ്ധിപ്പിച്ച് 600 രൂപ അവർ കൊടുത്തിട്ടില്ല. 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ പെൻഷൻ കുടിശ്ശിക എത്രയാണെന്ന് നോക്കി. 18 മാസത്തെ കുടിശ്ശിക. അത് മുഴുവൻ കൊടുത്തു തീർക്കാൻ ഞങ്ങളാണ് തീരുമാനിച്ചത്. ഇതാദ്യത്തെ ആണോ കുടിശ്ശിക? ഇതിനേക്കാളും കുറവാണല്ലോ നേരത്തെ. 2006 LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 2001 മുതൽ 2006 വരെ ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ് കുടിശ്ശികയാക്കിയത് 28 മാസത്തെ പണമായിരുന്നു. ആ പണം മുഴുവൻ 2006 LDF ഗവൺമെൻറ്റാണ് കൊടുത്തു തീർത്തത്. എന്ന് പറഞ്ഞാൽ ഈ പെൻഷനോടുള്ള UDFൻ്റെ സമീപനം അങ്ങേയറ്റം നിഷേധാത്മകം. ആ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇത് തുടരുകയാണെന്ന് നാം കാണണം. ഇപ്പോൾ 2016 18 മാസത്തെ കുടിശ്ശികയായിരുന്നുവെങ്കിൽ 2021 നമ്മളൊന്ന് സങ്കല്പിക്കുക, LDFനല്ല തുടർഭരണം ലഭിച്ചത്. സാധാരണ രീതി അനുസരിച്ച് UDFന് കിട്ടുന്നു. ആ 2016 മുതൽ 21 വരെ 600 രൂപയിൽ നിന്ന് 1600 രൂപയാക്കിയത്, ആ 1600 രൂപ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നില UDF സ്വീകരിക്കുമായിരുന്നോ? ഇപ്പോൾ 2026 ഈ 26 ആകുമ്പോഴേക്ക് ഇപ്പോൾ അവരായിരുന്നുവെങ്കിൽ എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമായിരുന്നു? ഈ പറയുന്നവർ ആ പണം കൊടുക്കാൻ ആത്മാർത്ഥത കാണിക്കുമായിരുന്നോ? അപ്പോൾ LDF ആയതുകൊണ്ടാണ് 1600 കൃത്യമായി കൊടുക്കുകയും അതിൽ നിന്ന് വർദ്ധിപ്പിച്ച് 2000 ആക്കുകയും ആ 2000 കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗക്കാർക്കാണോ? എല്ലാവർക്കുമല്ലേ? എല്ലാവർക്കും അർഹതയുള്ളവർക്കെല്ലാം അത് ലഭിക്കുകയല്ലേ? എല്ലാ വിഭാഗക്കാരും അതിൽ പെടുമല്ലോ. ഇപ്പോൾ 35 വയസ്സ് കഴിഞ്ഞ നമ്മുടെ വനിതകൾ
സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച മാസം തോറുള്ള 1000 രൂപ, അതിൻ്റെ അപേക്ഷകൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. 1000 രൂപ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കാണോ? എല്ലാ വിഭാഗത്തിലും പെട്ടവർക്കല്ലേ? നമ്മുടെ ചെറുപ്പക്കാർ അതത് തലത്തിലെ കോഴ്സ് കഴിഞ്ഞ് ജോലിക്കുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ആവശ്യമായ സ്കിൽ നേടാൻ നിൽക്കുന്ന ഘട്ടം. അത്തരം ആളുകൾക്ക് 1000 രൂപ വീതം ആ ചെറുപ്പക്കാർക്ക് നൽകുന്ന ഒരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇല്ലേ അത് ലഭിക്കുക? ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനാണോ? ഈ പറയുന്ന മതവികാരം ഇളക്കാൻ ശ്രമിച്ച ആ കൂട്ടർ അധികാരത്തിലിരുന്ന കാലത്ത് ഇതുപോലെ എന്ത് നടപടി സ്വീകരിച്ചു? എന്താണ് ജനങ്ങൾക്ക് ഉപകാരം കിട്ടിയത്? അധികാരത്തിലില്ലാത്തതിൻ്റെ വെപ്രാളം നിങ്ങൾക്ക് കാണും, അത് വേറെ, അതിന് മറ്റു വഴിയൊന്നുമില്ല. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ഇടയ്ക്ക് വിടുന്ന വികാരം എത്രമാത്രം ആപൽക്കരമായതാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത? ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം നമ്മുടെ നാട് ശാന്തിയും സമാധാനവും നിലകൊള്ളില്ലേ? എന്തൊരു ശാന്തമായ ജീവിതം നയിക്കാൻ പറ്റുന്ന നാടായി നമ്മുടെ നാട് മാറി. ഈ 10 വർഷം ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ കലാപം ഉണ്ടായോ? നമ്മുടെ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായിട്ടില്ലേ? വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? എത്ര ആളുകളുടെ ജീവൻ ഇവിടെ ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് വർഗീയ സംഘർഷത്തിൻ്റെ ഭാഗമായി? എത്ര പേർക്ക് മാരകമായ പരിക്കേറ്റിട്ടുണ്ട്? വിവിധ ഘട്ടത്തിൽ എത്ര ആളുകൾക്ക് അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സമ്പാദ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീടുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. അതിനെല്ലാം പൂർണ്ണവിരാമമായില്ലേ? ഈ 10 വർഷം ഏതെങ്കിലും ഒരു പ്രത്യേക അനിഷ്ട സംഭവം വർഗീയ സംഘർഷത്തിൻ്റെ, വർഗീയ കലാപത്തിൻ്റെ ഭാഗമായി ഉണ്ടായോ? അതല്ലേ കാണേണ്ടത് നമ്മൾ. എന്തുകൊണ്ടാ? നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്, അത് നിഷേധിക്കേണ്ടതില്ല. എന്നാൽ അതോടൊപ്പം വർഗീയ സംഘർഷമുണ്ടായോ, കർക്കശമായ ഇടപെടലുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വർഗീയ ശക്തികളെ നേരിടും. തല പൊക്കുമ്പോൾ തന്നെ അതിനനുവദിക്കില്ല. ഒരു വർഗീയതയുമായും ചാരി നിൽക്കില്ല, ഒരു വർഗീയതയും സംരക്ഷിക്കില്ല. എല്ലാ വർഗീയതയും നാടിനാപത്താണ് എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാടാണ്. അതല്ലേ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ കാരണം? ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണോ? നമ്മുടെ നാടിൻ്റെ അനുഭവമല്ലേ, ജനങ്ങളുടെ അനുഭവമല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷത്തോട് തന്നെ പറഞ്ഞ കാര്യമാണ്. എൻ്റെ അടുത്ത് വ്യവസായ മന്ത്രി ഒരു വ്യവസായിയെ കൂട്ടി വന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങണം. ചെറുതല്ല കേട്ടോ. എത്രയാണെന്നറിയോ? 3 ലക്ഷം കോടിയിൽ പരം രൂപ മുതൽ മുടക്കുള്ള സ്ഥാപനമാണ്. അപ്പോൾ സ്വാഭാവികമായും ഞാനൊന്ന് അമ്പരുന്നു. ഇത് കേൾക്കുന്ന തുക ചെറുതൊന്നുമല്ലല്ലോ, 3 ലക്ഷം കോടിയിൽ പരമല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? അദ്ദേഹം കേരളീയനല്ല, ഇന്ത്യക്കാരനാണ്. അപ്പം അദ്ദേഹം പറയാണ്, ഇവിടെയാണ് ഏറ്റവും കമ്മ്യൂണൽ പ്രശ്നം ഇല്ലാത്തൊരു സംസ്ഥാനം, ശാന്തമായൊരു സംസ്ഥാനം. ഇവിടെ സ്ഥിരതയുണ്ട്, ഞങ്ങൾക്കൊരാശങ്കയുമില്ലാതെ മുതൽ മുടക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതാണ് കേരളം, ഇതാണ് കേരളത്തെക്കുറിച്ച് നമ്മുടെ രാജ്യം കാണുന്നത്.